അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ സ്കൂളുകളിലും അംഗൻവാടികളിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളോടുകൂടി ഇടപഴകിയുള്ള ഒരു സെഷനാണ്. അത് നല്ലൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വകുപ്പ് നമുക്കായി ഇവിടെ നടത്തുന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാ കുട്ടികൾക്കും അത് ആസ്വദിക്കാനും അതിൻ്റെ പ്രയോജനം ഏറ്റെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇതാ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പലരും വരും, സ്വർഗം കാണിച്ചു തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം, മിഠായി വാങ്ങിച്ചു തരാം, അത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോ എന്ത് പറയണമെന്നാ പറഞ്ഞേ? പറ്റത്തില്ല എന്ന് പറയണമെന്നാ പറഞ്ഞേ. ഒരു കുട്ടിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ലോകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കുന്നതിലും പുനർനിർമ്മിക്കുന്നതിലും തന്നെയാണ് പേടിയിലും നഷ്ടത്തിലും ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ മുഖങ്ങളാണ് കുട്ടികൾക്ക് മനുഷ്യർക്ക് ഞാൻ ഇന്ന് വരെ യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ രാജ്യം ജയിക്കണം അല്ലെങ്കിൽ ആ രാജ്യം തോൽക്കണം എന്ന് ചിന്തിച്ചിരുന്നു. ഇത്ര വലിയൊരു വേദന പല ജനങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് ആണ് ഈ ഒരു റൗണ്ടിങ്ങിനാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു എക്സിബിഷൻ മൂലമാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂടെ പഠിച്ച് ജനിച്ചു കിടന്നാണ് അവൻ്റെ കളിയും ചിരി അതങ്ങനെ ഒത്ത് വിഷമി സങ്കടമായിരുന്നു. ഇപ്പം ഈ നിമിഷം ഒരുപാട് സങ്കടവും വിഷമവും എല്ലാം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായിട്ട് തോന്നിയേനെ. ഇവിടെ പല ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതില് വന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരു വാർ നടക്കുമ്പോൾ എന്നും മനസ്സിലാണെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ആര് ജയിക്കും ആര് തോക്കും. അങ്ങനെ പല നമ്മൾ പേപ്പറിലും ഒരു ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ ദൂരെ നടക്കുന്ന കാര്യമല്ലേ, അപ്പൊ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ നമ്മളെ പോലെ അനേകായിരങ്ങൾ ഈ ഒരു വിഷയത്തില് പലരും പല കാര്യങ്ങളും കൊണ്ട് വിഷമിക്കുന്നുണ്ടാവാം. അവരെങ്ങനെയൊക്കെയാണ് ആ ഒരു വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് പ്രധാനമായും ഇന്നീ
ക്ലാസ് വഴി സാധിച്ചു. അപ്പൊ സാറിനോടുള്ള നന്ദിയും അതേപോലെ ഈ ഒരു ടീം, സാറിന് കൂടെ വന്ന ടീമിനും വളരെ ഒരു നന്ദി തന്നെയാണ് പറയേണ്ടത്. അതേപോലെ ഞങ്ങളുടെ ഈ ഒരു സ്കൂളിൽ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങളുടെ കൗൺസിലിംഗ് ടീച്ചർ, ഞങ്ങളുടെ ചിത്ര ടീച്ചർ എല്ലാ രീതിയിലും ഇന്നലെ മുതലേ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു സ്കൂളിലാണ് ഞങ്ങൾക്കാണ് ആ ഒരു ഭാഗ്യം വാങ്ങിച്ചു തന്നത്. ടീച്ചറിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ഭയങ്കര നല്ല ഗസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ സാറിന്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആക്ച്വലി സ്റ്റേജ് ഫിയർ ആണ്, എന്നിട്ടും എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുമ്പോൾ ഞാൻ ആദ്യം അത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൈ പൊക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈ താത്തും. എന്നിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു, ഒരുപാട് വട്ടം എനിക്ക് ഇതുപോലെ അവസരം വന്നിട്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് വന്ന് പറയാനുള്ള ഭയം കാരണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് അന്നേരം അത് പറഞ്ഞപ്പം അത്രയും നേരം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് എനിക്ക് ആ പറയുന്ന സമയമായപ്പോൾ എനിക്കൊരു വിഷയമില്ലാതെ എനിക്ക് എൻ്റെ ഭയം എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വാറിനെ പറ്റി പറയുവാണെങ്കിൽ ഞാനും സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യ ജയിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി ജയിക്കണം എന്നുള്ള ഒരു ഒറ്റ ഇതിലായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷെ അതിന് പിന്നിൽ ഒരുപാട് കുട്ടികൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എനിക്കിവിടെ കുറേ പിക്ചേഴ്സ് എനിക്ക് ടച്ചബിൾ ആയിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ മാൽന്യൂട്രീഷൻസ് കഴിക്കാൻ പോഷകാഹാരം പോലും കിട്ടാതെ ചത്തുപോയ കുട്ടികളാണ്. 28 കുട്ടികളോളം മരിച്ചു എന്ന് പറഞ്ഞ് അവിടെ കണ്ടു. അന്നേരം ഞാൻ വിചാരിച്ചു, ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു വഴി വെക്കേണ്ട പല കുട്ടികളാണ് അന്നേരം മരിച്ചു പോയത്. അതുപോലെ 84,000 കുട്ടികൾ അല്ലാതെ ഗ്യാസയുടെ വാറ് മൂലം മരിച്ചു എന്ന് കേട്ടു. അപ്പം നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ശിശുദിനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ഗെയിംസ് ഇങ്ങനെ കേട്ട് വന്നപ്പോൾ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ക്ലാസ്. താങ്ക്സ് ഫോർ എവ്രിതിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ദൂരം, തിരുവനന്തപുരമാണ് കേട്ടോ ഇവരെല്ലാം, ആ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ച ജോബി ചേട്ടനും അവരുടെ ടീം മെമ്പേഴ്സിനും എല്ലാവിധ നന്ദിയും എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പേരിലും ഞങ്ങളുടെ കുട്ടികളുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.